ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധം അത് കൂടുതൽ സൗഹാർദ്ദപരമാകുന്നു, ഊഷ്മളമാകുന്നു. വാണിജ്യ വ്യാപാര മേഖലകളിലും നയതന്ത്ര മേഖലകളിലും എല്ലാം ആ കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമുള്ളതാകുന്നു, കൈകോർക്കുന്നു എല്ലാ മേഖലകളിലും. എന്നതിനപ്പുറം ട്രംപിന്റെ സ്വേച്ഛാധിപത്യം, അതിനെതിരെ 3 ലോക വൻ ശക്തികൾ ഒരുമിക്കുന്നു, കൈകോർക്കുന്നു, പുതിയൊരു ലോകക്രമത്തിന് തുടക്കമാകുന്നു. അങ്ങനെ ഒരുപാട് സൂചനകളും മുന്നോട്ട് വെക്കുന്ന അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ചയായി, ഉച്ചകോടിയായി ഇത് മാറുന്നത് ആ തരത്തിൽ കൂടിയല്ലേ? താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ് ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ ഇന്ന് കുറച്ചു കഴിയുമ്പോൾ നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ സാഹചര്യമാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത. അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അർത്ഥതലങ്ങൾ വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ചൈനയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, ചരിത്രപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അയൺ ഔട്ട് ചെയ്യാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരം കൂടിയാണിത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പലപ്പോഴും യഥാർത്ഥ നിലപാടുകളിലേക്ക് എത്തേണ്ടി വരുന്നത്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ 2017 ദോക്ലാം സംഘർഷം, 2020 ഗൽവാൻ സംഘർഷം, ഇതെല്ലാം അതിർത്തി മേഖലയെ അശാന്തമാക്കിയ സംഘർഷത്തിന് 2024 ഒക്ടോബറിൽ ഭാഗികമായി പരിഹാരമായി ഒരു പൂർണ്ണ പരിഹാരത്തിലേക്ക്, അതിർത്തി തർക്കത്തിന് പൂർണ്ണ പരിഹാരം എന്നതാവും ആദ്യത്തെ പരിഗണനാ വിഷയം. അതിനുശേഷം ഇന്ത്യ എടുത്ത ചില ഡിഫൻസീവ് മെഷേഴ്സ്, ആപ്പുകൾ നിരോധിക്കുന്ന, ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്ന ഉൾപ്പെടെ, ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ എന്നതിനേക്കാൾ അടുത്ത തലത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന ഒരു സന്ദേഹം അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കുമുണ്ട്. ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒന്നാന്തരം അവസരമായി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കാം എന്ന ഒരു ധാരണ പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് ലോക രാഷ്ട്രീയത്തിന്റെ, ഭൗമരാഷ്ട്രീയത്തിന്റെ ആകമാന ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഒരുപക്ഷെ 2025 വർഷം ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നത് 1945 2ാം ലോക മഹായുദ്ധം നിർത്തിയതിനു ശേഷമുണ്ടായ ശീതയുദ്ധം അവസാനിച്ച 1991. ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ചരിത്രത്തിന്റെ ഗതിവിഗതികൾ മാറി മറിയുന്ന വർഷമായി ഒരുപക്ഷെ 2025 വർഷം കുറിക്കപ്പെടും. കാരണം ലോക ജനസംഖ്യയുടെ 1/3 ചൈനയിലും ഇന്ത്യയിലും കൂടിയാണ്. ഏതാണ്ട് 142 കോടി ജനം ഇന്ത്യയിലും സമാനമായ ഒരു ജനസംഖ്യ ചൈനയിലും ഉള്ളപ്പോൾ 1 out of 3 ഹ്യൂമൻ ബീയിങ്സ് ഇന്ത്യയിലും ചൈനയിലുമായി അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ട് ഭൗമരാഷ്ട്രീയത്തെ കാണാനാവില്ല, ലോക വ്യവസ്ഥിതിയെ തന്നെ കാണാനാവില്ല. അതുകൊണ്ടാണ് ഏഷ്യയുടെ നൂറ്റാണ്ട് പിറന്നിരിക്കുന്നു എന്ന ചിന്ത കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജപ്പാൻ, ചൈന, ഇന്ത്യ, ഈ 3 വൻ ശക്തികളായ സാമ്പത്തിക സൈനിക ശക്തികൾ ഈ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഏഷ്യൻ വൻകര ചിതറി നിൽക്കുന്നു എന്ന ഒരു പ്രതീതിയാണ്. ഇപ്പോൾ പാശ്ചാത്യ ഡോമിനൻസിനെതിരെ, യൂറോസെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് ലോകക്രമത്തിനെതിരെ ഏഷ്യൻ ശക്തികളുടെ സംയോജനം സാധിക്കുമോ എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനം. ഇവിടെ ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി യഥാർത്ഥത്തിൽ 7 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചില്ല എന്നോർക്കണം. സന്ദർശിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സന്ദർശനം പല കാരണങ്ങളാൽ ഷെൽവ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഇന്ത്യ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഒരുപിടി സന്ദർശനങ്ങളും സമ്മേളനങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം വന്നു, ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം. ഷാങ്ഹായ് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ പുട്ട് ഓൺ ഹോൾഡ് ആണ്. അതിനർത്ഥം ചൈനയ്ക്കെതിരായി അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ക്വാഡ് എന്ന കൂട്ടായ്മ, അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ട്രംപിന് വിസമ്മതം ഉണ്ടെങ്കിൽ അതിനർത്ഥം ചൈനയെ ഒറ്റപ്പെടുത്തി ചൈനയ്ക്കെതിരായി ഏഷ്യൻ ശക്തികളുടെ അല്ലെങ്കിൽ ഓസ്ട്രേലേഷ്യൻ ശക്തികളുടെ ഒരു സംയോജനം എന്ന അമേരിക്കൻ പദ്ധതി ബാക്ക് സീറ്റിലേക്ക് മാറി എന്ന് തന്നെയാണ് അതിനർത്ഥം. അതോടൊപ്പം ഈ മോദി ട്രംപ് സൗഹൃദം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സൗഹൃദത്തിനൂടെ കൂടി തിരശീല വീണ ഒരു സാഹചര്യം എന്ന് നമുക്ക് ഇതിനെ വിലയിരുത്താമോ? ഈ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത് മോഡിയുടെ എൻഡോഴ്സ്മെന്റ് ആണ്. ട്രംപിന് നൊബേൽ സമാധാന സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യ, പാകിസ്ഥാൻ,
സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ട്രംപ് നടത്തിയ ഇടപെടലുകൾ അത് അക്നോളജ് ചെയ്തുകൊണ്ട് സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് വേണ്ടി ഇന്ത്യ പ്രപ്പോസ് ചെയ്യും എന്ന പ്രതീക്ഷ അത് ആദ്യം ഒരു ഉട്ടോപ്പിയൻ ഐഡിയയായി ഒരു ഭ്രാന്തൻ ആശയമായി പലരും ചിത്രീകരിച്ചുവെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത്. അതിനർത്ഥം വ്യക്തിപരമായ ഇക്വേഷൻ എന്നത് ഒരു ഊതിപ്പെരുപ്പിച്ച കണക്ക് മാത്രമായിരുന്നു. ദേശീയ താല്പര്യം വന്നപ്പോൾ ഇവിടെ ഇന്ത്യ വ്യക്തമായ ദേശീയ സോവറിൻ ഓട്ടോണമി എന്നുള്ളത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന തന്ത്രപരമായ ഒരു നിലപാട് അതിൽ കടുകിട വിട്ടുവീഴ്ച വരുത്താൻ ഭാരതം തയ്യാറായില്ല. മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന് കൂടുതൽ അർത്ഥങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. ഇവിടെ ട്രംപിന്റെ ഈഗോ വർക്ക് ചെയ്യുകയും ട്രംപ് വ്യക്തിപരമായി മോദിയിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചെലവിൽ മോദിയിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ആഗ്രഹിച്ചു. ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നിലപാടാണ് തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് ഒരു പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവില്ല എന്നത് ചരിത്രപരമായ നിലപാടാണ്. ഷിംല എഗ്രിമെന്റ് മുതലുള്ള 1972 മുതലുള്ള വ്യക്തമായ നിലപാടാണ്. ആ നിലപാടിൽ നിന്നും പിന്നാക്കം പോകാൻ ഇന്ത്യ തയ്യാറായില്ല. ട്രംപിനോടുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കേണ്ടി വന്നാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഭാരതത്തിന്റെ വിദേശ നയം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ വിദേശ നയം മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സമയത്താണ് ആ വിദേശ നയം ഉണ്ടാകുന്നത്. അതായത് ബൈലാറ്ററലിസം എന്ന വിദേശ നയം. അതിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ മോദി സർക്കാരും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെയും രാജ്യത്തെയും നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ട്രംപും മോഡിയും തമ്മിലുള്ള ഇക്വേഷൻ ഇനി പ്രസക്തമേ അല്ല. ഒരു രാജ്യത്തെയും നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇക്വേഷൻസ് പ്രസക്തമല്ല. കാരണം വ്യക്തിപരമായ ഇക്വേഷൻ രാജ്യ താല്പര്യത്തിന് വേണ്ടി പ്രയോഗിക്കാൻ, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പൂർത്തിയാവുക. ഇവിടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല, ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് ട്രംപ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ലെവലേശമില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവട തന്ത്രം മാത്രമായിരുന്നു. ആ കച്ചവട തന്ത്രം, വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു കച്ചവട തന്ത്രം ഒരിക്കലും അമേരിക്കയെ ഗ്രേറ്റ് ആക്കില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ മോദി ഇപ്പുറത്ത് നിന്ന് പറയും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. ഈ മീഗായും എല്ലാം കൂടെ ചേർന്ന് ഒരു മെഗാ ഫ്ലോപ്പായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോടെ മറ്റു മാർക്കറ്റുകൾ തേടി പോവുകയും മറ്റ് സൗഹൃദങ്ങൾ തേടി പോവുകയും ചരിത്രപരമായി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള, പരിഹരിക്കാനുള്ള, ബ്രിഡ്ജ് ചെയ്യാനുള്ള അവസരമായി ഇന്ത്യ ചൈന ആ ഒരു ഇപ്പോൾ വരുന്ന ഒരു ബോണ്ട് ഹോമിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്റെ ഒരു ടേക്ക്, ഇന്ത്യ, ചൈന, റഷ്യ ഒരു ത്രയം ഉണ്ടായില്ല എങ്കിൽ പോലും കൂടുതൽ നീക്കുപോക്കുകൾ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടാവും. അതിൽ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ റോപ്പിറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ബ്രിക്സ് കൂട്ടായ്മ വളരുകയും ഒരുപക്ഷെ G20 അധിഷ്ഠിതമായ ലോകക്രമത്തിന് പകരം ഒരുപക്ഷെ ബ്രിക്സ്, G7 വേഴ്സസ് ബ്രിക്സ് എന്ന നിലയിലേക്ക് ലോകക്രമം മറിയാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം അമേരിക്ക ഒഴികെയുള്ള പാശ്ചാത്യ ശക്തികളുമായി സൗഹൃദത്തിൽ പോകണം എന്ന നിലപാട് തന്നെ ഭാരതം സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഇന്ത്യക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ചൈനയോടൊരു മൃദു സമീപനം വെച്ച് പുലർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ള തലത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായതുമാണ്. അപ്പോൾ ചൈനയോടുള്ള ഈ മൃദു സമീപനം ഈ ഉച്ചകോടിക്ക് ശേഷം മറിയുമോ? എന്താണ് ഒരു പ്രഡിക്ഷൻ ആ വിഷയത്തിൽ? ചൈനയോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോട്ടുണ്ട്, ഡു യു ഹാവ് ദ കാർഡ്സ്, ഐ ഹാവ് ദ കാർഡ്സ് വിത്ത് മീ. എന്റെ കയ്യിൽ കാർഡുണ്ട്, ഈ കാർഡ് ഇറക്കി കളിക്കാൻ എനിക്കറിയാം. നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ? സെലൻസ്കിയോട് ചോദിച്ച ചോദ്യമാണ്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരോട് ട്രംപ് ചോദിക്കുന്ന ചോദ്യം. ചൈനയ്ക്കൊരു ഉത്തരമുണ്ട്, വി ഹാവ് എ കാർഡ്. ആ കാർഡിന്റെ പേരാണ് മിനറൽസ് ആൻഡ് മെറ്റൽസ്, അമൂല്യമായ ധാതുശേഖരം. ഇത് വലിയ രീതിയിൽ അമേരിക്ക